സംഭവം നടക്കുന്നത് തൃശൂർ ജില്ലയിലെ പാഞ്ഞാളിലാണ്. 2019 ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ശ്രീധരന്റെ ഭാര്യ ശോഭന എന്ന 62-കാരിയായ റിട്ടയർഡ് അധ്യാപികയെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തുന്നു. സാധാരണ പാൽക്കാരൻ ശോഭനയ്ക്കുള്ള പാൽ വീടിന് മുന്നിൽ കൊണ്ടുവയ്ക്കുകയാണ് പതിവ്. വൈകുന്നേരം പാൽപാത്രം കഴുകി വീടിന് മുന്നിൽ തന്നെ ശോഭന കൊണ്ടുവയ്ക്കും. എന്നാൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി കൊണ്ടുവച്ച പാല് അവിടെ തന്നെ ഇരിപ്പുണ്ട്. തലേ ദിവസവും അതിൻ്റെ മുന്നിലത്തെ ദിവസവുമൊക്കെ പാല് അവിടെ തന്നെ ഇരുന്നെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം വന്നതുകൊണ്ട് ശോഭന ടീച്ചർ ബന്ധുക്കളുടെ വീട്ടിലോ മറ്റോ പോയിട്ടുണ്ടാകുമെന്നാണ് പാൽക്കാരൻ കരുതിയത്. എന്നാൽ 3-ാം ദിവസവും പാൽപാത്രം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതോടെ പാൽക്കാരന് എന്തോ ഒരു സംശയം തോന്നി. എന്തെങ്കിലും അത്യാവശ്യം വന്ന് എവിടേക്കെങ്കിലും പോയതാണെങ്കിൽ ഫോണിൽ വിളിച്ചു പറയേണ്ടതാണ്. പക്ഷേ അതുണ്ടായിട്ടില്ല. അയാൾ അകത്ത് നിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. അതെ, അകത്ത് TV ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അകത്ത് ആളുണ്ട്. ഇനി ടീച്ചർ മടങ്ങി വന്നിട്ടുണ്ടായിരിക്കുമോ, അതോ സുഖമില്ലാതെ എങ്ങാനും കിടപ്പിലായോ? അയാൾക്കങ്ങനെ പല സംശയങ്ങളും തോന്നി. അയാൾ തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി കാര്യം പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസങ്ങളായി പാല് കൊണ്ടുവയ്ക്കുന്നു. പിറ്റേന്ന് വരുമ്പോൾ അത് അവിടെ തന്നെ ഇരിക്കുന്നു. ശോഭന ടീച്ചർ എവിടെ പോയെന്ന് അറിയില്ല, അയാൾ പറഞ്ഞു. അതോടെ അയൽക്കാരിക്കും പന്തികേട് തോന്നി. സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ അക്കാര്യം പറഞ്ഞിട്ടാണ് ടീച്ചർ പോകാറുള്ളത്. ഇതിപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. അത്യാവശ്യം വന്ന് എവിടേക്കെങ്കിലും പോയതായിരിക്കുമെന്നാണ് അവരും കരുതിയത്. എന്തായാലും പന്തികേട് മണത്ത അയൽക്കാരും പാൽക്കാരനും കൂടി ശോഭന ടീച്ചറുടെ വീട്ടിലെത്തി. മുൻവാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവർ അകത്തേക്ക് കയറി. ഒരു മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. അവർ ആ വാതിൽ ചവിട്ടി തുറന്നു. അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. ശോഭന ടീച്ചർ മരിച്ചു കിടക്കുകയാണ്. അവിടെ ആകെ ചോര പടർന്നിരിക്കുന്നു. കട്ടിലിനു താഴെ മുഖം മുകളിലേക്ക് തിരിച്ച നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. പിടിവലികൾ നടന്നതിൻ്റെ ലക്ഷണങ്ങൾ ആ മുറിയിൽ ഉണ്ടായിരുന്നു. ഭിത്തിയിലും കിടക്കയിലും തലയിണയിലുമെല്ലാം രക്തക്കറയുണ്ടായിരുന്നു. ടീച്ചറുടെ മൂക്കിൽ നിന്നും തലയിലെ മുറിവിൽ നിന്നും ചോര ഒഴുകിയിറങ്ങി കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. മുറിയിൽ ഒരു ഗ്ലാസ് മദ്യവും ഒരു മദ്യക്കുപ്പിയും ഉണ്ടായിരുന്നു. പക്ഷേ ടീച്ചർ അണിഞ്ഞിരുന്ന പല ആഭരണങ്ങളും കാണാനില്ലായിരുന്നു. ആകെ അവരുടെ ശരീരത്തിൽ അപ്പോഴുണ്ടായിരുന്നത് ഒരു വളയും കമ്മലും മാത്രമായിരുന്നു. ചോര പുരണ്ട ഒരു നിലവിളക്ക് അവിടെ ഉണ്ടായിരുന്നു. ആ നിലവിളക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതാകാമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. ആരോ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി. നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പിന്നീട് ഫോറൻസിക് വിദഗ്ധരും ഡോണ എന്ന പോലീസ് നായയും എത്തി. വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയ ഡോണ ഓടി വീടിൻ്റെ മുൻവശത്തെത്തി. അതിനുശേഷം റോഡിലേക്ക് ഓടി. കുറച്ചു ദൂരം പോയ ഡോണ അവിടെ നിന്നു. ഒരുപക്ഷെ കൃത്യം നടപ്പിലാക്കിയിട്ട് രക്ഷപ്പെട്ട പ്രതി ഓടി റോഡിലെത്തി ഏതെങ്കിലും വാഹനത്തിൽ കയറി പോയതായിരിക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥർ അങ്ങനെ അനുമാനിച്ചു. അന്നത്തെ SP യതീഷ് ചന്ദ്രയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ അന്വേഷണം. വിരമിച്ചതിനു ശേഷം ശോഭന ടീച്ചർ അല്ലറ ചില്ലറ വസ്തു ഇടപാടുകൾ നടത്തിയിരുന്നു. പോലീസ് ശോഭന ടീച്ചറുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു. അടുത്ത കാലത്തായി ആ ഫോണിലേക്ക് വന്നതും ടീച്ചറെ വിളിച്ചിട്ടുള്ളതുമായ നമ്പറുകൾ പോലീസ് ശേഖരിച്ചു. എന്നാൽ ഈ നമ്പറിൻ്റെ ഉടമസ്ഥരെ വിളിപ്പിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ല. പകരം ആ സംശയമുള്ള നമ്പറുകളുടെ ഉടമസ്ഥരെ രഹസ്യമായി പോലീസ് നിരീക്ഷിച്ചു. അതിൽ മിക്ക നമ്പറുകളും തൃശ്ശൂരിലും ചുറ്റുവട്ടത്തുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു നമ്പറിൻ്റെ ലൊക്കേഷൻ പലപ്പോഴും കർണാടകയിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലുമൊക്കെ ആയിരുന്നു. ആ മൊബൈൽ ഫോണിൻ്റെ ഉടമസ്ഥൻ ഒരു ബാലനായിരുന്നു. ടീച്ചറെ വിളിച്ചിട്ടുള്ളതും ടീച്ചർ വിളിച്ചതുമായ നമ്പറുകളെല്ലാം അവർ മരിച്ചതിന് ശേഷം അവരുടെ വീടിനടുത്ത് എത്തിയതായി ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ നിന്ന് പോലീസിന് മനസ്സിലായി. പക്ഷേ ഒരു നമ്പർ മാത്രം ആ ടവർ ലൊക്കേഷനിലേക്ക് പിന്നീട് വന്നിട്ടില്ല. അത് ബാലൻ്റെ നമ്പറായിരുന്നു. അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. മൂർച്ചയില്ലാത്ത കനമുള്ള എന്തോ ഒരു വസ്തു കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊല നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, മരണപ്പെടുന്നതിന് മുമ്പ് ടീച്ചറുമായി ആരോ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുമുണ്ട്. ടീച്ചർ കൊല്ലപ്പെട്ട വിവരം പുറത്തറിയുമ്പോഴേക്കും കൊല നടന്നിട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. മൃതദേഹം അഴുകി തുടങ്ങിയ അവസ്ഥയിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ പോലീസിന് കിട്ടിയില്ല. ഒരു കാര്യം പോലീസിന് ഉറപ്പായി: ടീച്ചറുമായി പരിചയമുള്ള ആരോ ആണ് കൃത്യം നടത്തിയിരിക്കുന്നത്. കൊല നടത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ആഭരണങ്ങളുമായി അയാൾ രക്ഷപ്പെടുകയും ചെയ്തു. ശോഭന ടീച്ചർക്ക് ഒരു മകനാണുള്ളത്. ഗണേഷ് എന്നായിരുന്നു അവൻ്റെ പേര്. ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച ഗണേഷ് ഇപ്പോൾ കാനഡയിലാണ്. പോലീസ് വിവരം അറിയിച്ചെങ്കിലും അമ്മയെ ഒരു നോക്ക് അവസാനമായി കാണാൻ വരാൻ അയാൾക്ക് കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നോ അമ്മയ്ക്ക് ആരുമായെങ്കിലും ശത്രുതയുണ്ടെന്നോ ഒന്നും അയാൾക്കറിയില്ല. മകൻ എത്താതായതോടെ ടീച്ചറുടെ മൃതദേഹം പോലീസ് തൃശ്ശൂരിലുള്ള ഒരു പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. പോലീസ് ബാലൻ്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചു. അയാൾ കർണാടക മഹാരാഷ്ട്ര അതിർത്തിയിലുണ്ട്. അയാളെ ഫോൺ ചെയ്യാനോ അയാളുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കാനോ പോലീസ് തയ്യാറായില്ല. അങ്ങനെ ചെയ്ത് എന്തെങ്കിലും സംശയമുണ്ടാക്കിയാൽ അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കും.
അതുകൊണ്ട് പോലീസ് ബാലൻ്റെ വീട് നിരീക്ഷണത്തിലാക്കി. സൈബർ സെൽ അയാളുടെ ടവർ ലൊക്കേഷൻ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. കർണാടക മഹാരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ബാലൻ്റെ ടവർ ലൊക്കേഷൻ തമിഴ്നാട്ടിലേക്ക് വരുന്നതായി സൈബർ പോലീസ് കണ്ടെത്തി. അത് തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അതിൽ നിന്ന് പോലീസിന് ഒരു കാര്യം വ്യക്തമായി: ബാലൻ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിലെ 3 പേർ ഒരു ട്രെയിനിൽ ഈറോഡിലെത്തി. ഈറോഡിലെത്തിയ അവർ ബാലൻ വരുന്ന ട്രെയിൻ നോക്കി നിന്നു. ഒടുവിൽ ആ ട്രെയിൻ എത്തി. ആ ട്രെയിൻ കടന്നു പോകുന്ന ടവർ ലൊക്കേഷനുകൾ അപ്പോൾ സൈബർ പോലീസ് ഇവരെ അറിയിച്ചുകൊണ്ടേയിരുന്നു. ട്രെയിൻ നിർത്തിയതും പോലീസുകാർ അതിൽ കയറി. അവർ ഓരോ കമ്പാർട്ട്മെൻറ്റുകളിലായി കയറി ഇറങ്ങി നോക്കി. അങ്ങനെ തിരഞ്ഞു നടക്കുമ്പോൾ അധികം യാത്രക്കാരില്ലാത്ത ഒരു കമ്പാർട്ട്മെൻറ്റിൽ വിൻഡോ സീറ്റിൽ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ബാലൻ ഇരിപ്പുണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ അയാളുടെ അടുത്ത് വന്നിരുന്നു. മറ്റു 2 പേർ എതിർവശത്തുള്ള സീറ്റിലിരുന്നു. ഇവർ പോലീസുകാരാണെന്നോ തന്നെ അന്വേഷിച്ച് വന്നതാണെന്നോ ഒന്നും ബാലന് മനസ്സിലായില്ല. ഇവർ പരസ്പരം സംസാരം തുടങ്ങി. പക്ഷേ അപ്പോഴൊന്നും ബാലൻ്റെ പേര് ഇവർ ചോദിച്ചില്ല. കുറേ കഴിഞ്ഞപ്പോൾ ബാലൻ എഴുന്നേറ്റ് അപ്പുറത്തേക്ക് നടന്നു. അപ്പോൾ പോലീസുകാരിൽ ഒരാൾ അയാളെ പേരെടുത്ത് വിളിച്ചു: ബാല. ബാലൻ ഷോക്കേറ്റതുപോലെ നിന്നു. അയാൾക്ക് അപകടം മണത്തു. പോലീസുകാർ അയാളോട് കാര്യം പറഞ്ഞു. ബാല, നീ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. ഇപ്പോൾ നീ ഞങ്ങളുടെ കസ്റ്റഡിയിലും. പിന്നെ എന്തെങ്കിലും പറയാൻ ബാലൻ തയ്യാറായില്ല. ഷൊർണൂരിലെത്തിയ പോലീസ് സംഘം ബാലനുമായി സ്റ്റേഷനിലേക്ക് പോയി. SP-യുടെ നേതൃത്വത്തിൽ അയാളെ ചോദ്യം ചെയ്തു. ബാലൻ പിന്നെ നുണ പറയാനൊന്നും മെനക്കെട്ടില്ല. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ശോഭന ടീച്ചറെ സഹായിക്കുന്ന ആളായിരുന്നു ഈ ബാലൻ. അയാൾ പലപ്പോഴും ആ വീട്ടിൽ വന്നിട്ടുണ്ട്. ഏതൊക്കെ ഇടപാടുകൾ നടക്കുന്നുണ്ട്, എത്ര രൂപയ്ക്ക് വിറ്റു, എത്ര രൂപയ്ക്ക് വാങ്ങി, എത്ര രൂപ കമ്മീഷൻ കിട്ടി, ഇക്കാര്യങ്ങളൊക്കെ ബാലന് വ്യക്തമായി അറിയാമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു വലിയ തുക ശോഭന ടീച്ചറുടെ വീട്ടിൽ ഒരു ഭൂമി ഇടപാടിനു വേണ്ടി സൂക്ഷിക്കുന്നതായി ബാലൻ മനസ്സിലാക്കി. സാധാരണ തൻ്റെ ബുള്ളറ്റിൽ വരാറുള്ള ബാലൻ അന്ന് ബുള്ളറ്റ് എടുത്തില്ല. ബസ്സിലും ഓട്ടോറിക്ഷയിലുമൊക്കെ ആയിട്ടാണ് അയാൾ ടീച്ചറുടെ വീട്ടിലെത്തിയത്. അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ബാലൻ ശോഭന ടീച്ചറുടെ വീട്ടിലെത്തി. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ടീച്ചർ വാതിൽ തുറന്നു. ഒരു കോളത്ത് വന്നിട്ടുണ്ട്, ബാലൻ ടീച്ചറോട് പറഞ്ഞു. ബാലൻ ഇരിക്കുക, ഞാനൊരു ചായ ഇട്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ടീച്ചർ അടുക്കളയിലേക്ക് പോയി. ഇതിനിടയിൽ മുൻവശത്തെ വാതിലിൽ കൂടി പിന്നിലെത്തിയ ബാലൻ അവിടെ വെച്ചിരുന്ന അമ്മിക്കുഴ എടുത്തുകൊണ്ടുവന്ന് വീണ്ടും സ്വീകരണ മുറിയിലേക്ക് എത്തി. ഇതൊന്നും അറിയാതെ ചായയുമായി വന്ന ടീച്ചറുടെ തലയിൽ അയാൾ അമ്മിക്കുഴ കൊണ്ട് ആഞ്ഞടിച്ചു. ഒറ്റ അടിക്ക് തന്നെ അവർ താഴെ വീണു. മുകളിലേക്ക് നോക്കിക്കിടക്കുന്ന രീതിയിലായിരുന്നു അവർ വീണത്. ആ വീഴ്ചയിൽ അവരുടെ സാരി സ്ഥാനം തെറ്റി. ഇത് കണ്ടതോടെ ബാലൻ്റെ ഉള്ളിലെ മൃഗമുണർന്നു. അപ്പോഴേക്കും ജീവൻ പോയ ടീച്ചറുടെ ശരീരത്തിൽ ലൈംഗിക വേഴ്ച നടത്തി ബാലൻ. ഇതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞത്. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഒരു ശവഭോഗമായിരുന്നു. പിന്നീട് അലമാരയിൽ ഉണ്ടായിരുന്ന പണവും സ്വർണവും ഒരു ബാഗിലാക്കി. അത് ഒരുപാട് സ്വർണമുണ്ടായിരുന്നു. അയാൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. ടീച്ചറുടെ വീട്ടിൽ നിന്ന് നടന്ന് റോഡിലെത്തിയ ബാലൻ ആലൻചുവട് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെത്തി. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് മണലാടി ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിൽ കയറി പോവുകയായിരുന്നു ബാലൻ. അയാൾ അതുമായി നേരെ കാക്കനാട്ട് മകൻ്റെ വീട്ടിലെത്തി. സ്വർണ്ണാഭരണങ്ങൾ മകനെ കാണിച്ചു. ഈ സ്വർണം വിറ്റു തരണമെന്നാവശ്യപ്പെട്ടാണ് അയാൾ മകൻ്റെ അടുത്തെത്തിയത്. എന്നാൽ ആ സ്വർണം എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള കാര്യം അയാൾ മകനോട് പറഞ്ഞില്ല. മകൻ ആ സ്വർണം പരിശോധിച്ചു. അപ്പോഴാണ് ബാലൻ ശരിക്കും ഞെട്ടിയത്. താൻ ശോഭന ടീച്ചറുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന സ്വർണം മുഴുവൻ മുക്കുപണ്ടങ്ങളാണ്. അതോടെ അയാളുടെ സകല ധൈര്യവും ചോർന്നു. ഇതിനുശേഷമാണ് ബാലൻ ബാംഗ്ലൂരിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ പോയത്. ചോദ്യം ചെയ്തതിനു ശേഷം ബാലനെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നു. ഒരു കൂസലുമില്ലാതെയായിരുന്നു അയാളുടെ പെരുമാറ്റം. പോലീസ് അന്വേഷണത്തോട് അയാൾ യാതൊരു എതിർപ്പുമില്ലാതെ സഹകരിച്ചു. 87ാമത്തെ ദിവസം പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കോടതി അയാൾക്ക് വിധിച്ചത് ജീവപര്യന്തമായിരുന്നു. അത്യാഗ്രഹം വരുത്തിവെച്ച ഒരു വിനയായിരുന്നു ബാലനും സംഭവിച്ചത്.